ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 129 മുതൽ 132 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 131 സങ്കീർത്തനം 1 വാക്യം. യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. സങ്കീർത്തനങ്ങൾ 117 പോലെ ചെറിയൊരു സങ്കീർത്തനമാണ് 131. ഈ സങ്കീർത്തനത്തിന്റെ രചയിതാവ് ദാവീദാണെന്ന് കരുതുന്നു. അതിനാൽ ദാവീദിന്റെ ഏറ്റവും ചെറിയ സങ്കീർത്തനമാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട്. എളിമയിൽ നിന്ന് മഹിമയിലേക്ക് ഉയർത്തപ്പെട്ട ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീർന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒരു ശിശു തന്റെ മാതാവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നത് പോലെയാണ് ഒരു വിശ്വാസി ദൈവകരങ്ങളിലേക്ക് തന്റെ ജീവിതം സമർപ്പിക്കുന്നത്. വിനയത്തോടുകൂടിയ ദൈവാശ്രയമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ മുഖ്യ വിഷയം. അതെപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാക്കാമെന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ധാർഷ്ട്യവും അഹന്തയും വെടിഞ്ഞ് കുഞ്ഞുങ്ങളെപ്പോലെയാകുക. 1 വാക്യത്തിൽ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 1, ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല. 2, നിഗളിച്ചു നടക്കുന്നില്ല. 3, ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഇടപെടുന്നില്ല. വിനാശകരമായ ചിന്തകളിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ഒഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളിലും ഇത്തരം പ്രവണതകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. മുലകുടി മാറിയ പൈതൽ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു തുടങ്ങുന്നു. ഇവിടെ സ്വയം പര്യാപ്തതയുടെയും അന്വേഷണങ്ങളുടെയും നാളുകൾ അഥവാ അനുഭവങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ അന്വേഷണങ്ങൾക്ക് പ്രാപ്തി പകരുന്നത് അമ്മ പകർന്ന അമൃതാണ്. അങ്ങനെയെങ്കിൽ അമ്മയുടെ സ്നേഹത്തിൻ്റെയും പരിലാളനയുടെയും ചേർത്ത് പിടിക്കലിൻ്റെയും അനുഭവത്തിൽ ആ കുഞ്ഞ് വളരുന്നു. ഇവിടെ ധാർഷ്ട്യമോ അഹന്തയോ നാം കാണുന്നില്ല. ഈ കുഞ്ഞിനെ പോലെ ഞാനും നിങ്ങളും ആകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ധാർഷ്ട്യ സ്വഭാവവും അഹന്തയും എൻ്റെ ബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ടാമതായിട്ട്, കർത്താവിൻ്റെ വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കുക. ദാവീദ് തൻ്റെ ദൈവത്തിൽ പ്രത്യാശ വെച്ചതുപോലെ ദൈവമക്കൾ പ്രപഞ്ചമോഹങ്ങൾ വർജിക്കുകയും സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുകയും വേണം. വിശന്ന് കരയുകയോ നിലവിളിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുന്ന കുഞ്ഞിന് അമ്മയുടെ സാന്നിധ്യം ആശ്വാസം പകരുന്നു. അത്തരത്തിൽ ദൈവത്തിൻ്റെ സന്നിധി അഥവാ ദൈവ സാന്നിധ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവും പ്രത്യാശയും പകരുന്നതാകണം. ഇത്തരത്തിൽ മാതാവിൻ്റെ അടുക്കലേക്ക് ഒരു കുഞ്ഞ് ആശ്വാസത്തിനായി എത്തുന്നത് പോലെ ഇസ്രായേൽ ജനവും യഹോവയിൽ പ്രത്യാശ വയ്ക്കുവാനുള്ള ആഹ്വാനമാണ് സങ്കീർത്തനക്കാരൻ നൽകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ആശ്വാസകരമായി തീർന്നിട്ടുണ്ടോ? എങ്കിൽ ആ ദൈവത്തിൽ നമുക്ക് തുടർന്നും ആശ്രയിക്കാം. അതിനായി നമ്മുടെ ജീവിതത്തിലെ അഹന്തകളെ വെടിയുവാനും കുഞ്ഞുങ്ങളെപ്പോലെ ആയിത്തീരുവാനും കർത്താവിൻ്റെ വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ നിർമ്മലതയോടെ ആയിരിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കുഞ്ഞുങ്ങളിലെ നിഷ്കളങ്കത ഞങ്ങൾക്കും നൽകണമേ. അങ്ങനെ നൈർമല്യത്തോടെ കർത്താവിൻ്റെ വരവിനായുള്ള പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.